ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ക്യൂട്ട് ക്രാഫ്റ്റിൻ്റെ ചാനൽ നമ്മൾ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണിത്. എനിക്ക് പേഴ്സണലി യൂണിക്കോൺസൊക്കെ ഭയങ്കര ഇഷ്ടം, യൂണിക്കോൺസിൻ്റെ തീമൊക്കെ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പൗച്ച് ഡയറിയൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ജേർണലിങ്. ഓക്കെ, അപ്പോൾ ജേർണലിങ് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഡയറി, ഞാൻ പേഴ്സണൽ യൂസ് ചെയ്യുന്ന ഒരു ഡയറിയാണിത്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച് ചെയ്തു. അപ്പോൾ ഏകദേശം ഈ ഡയറി ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പേജ് എടുത്തിട്ട് നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് ഡയറി. കുഴപ്പമില്ല, നല്ല കട്ടിയുള്ള തിക്കുള്ള പേജസാണ്, അഫോർഡബിൾ പ്രൈസും ആണിത്. ദെൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കളേഴ്സ് ഉണ്ട്. അത് എന്നിട്ട് ഇതാണ്. എങ്ങനെയുണ്ട്? ഇതിൽ ഡബിൾ ടിപ്പാണ്, ഒന്നിൽ തിക്കും മറ്റേ സൈഡ് തിന്നും. 24 കളേഴ്സ് നമുക്കിതിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് നമുക്കൊരു പ്ലാസ്റ്റിക് കവറാണ്. നമ്മൾ ആ പ്ലാസ്റ്റിക് കവറെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് നമുക്കിഷ്ടമുള്ള കളേഴ്സൊക്കെ അതിലൊന്ന് അടിച്ചു കൊടുക്കുക. തിക്കായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക ഗൈസ്. അപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് യെല്ലോ കളറാണ്. പിന്നെ എനിക്കിഷ്ടമുള്ള എല്ലാ കളറും എടുത്ത് ഞാൻ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ലാസ്റ്റ് ഞാൻ പിങ്ക് കളറിൽ എൻഡ് ചെയ്തു. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് വാട്ടർ എടുത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന മൗണ്ടൻ ഡ്യൂയുടെ ബോട്ടിൽ ഓൾറെഡി കുറച്ച് വാട്ടർ ഉണ്ടായിരുന്നു. ഞാനത് പ്ലാന്റിന് വാട്ടർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബോട്ടിലായിരുന്നു, റീഫിൽ ചെയ്ത് യൂസ് ചെയ്യുന്ന ബോട്ടിൽ. അപ്പോൾ അതിൽ കുറച്ച് വാട്ടർ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാനെടുത്തു, അതിൻ്റെ ടോപ്പിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. അതല്ലാണ്ട് സ്പ്രേ ബോട്ടിലൊക്കെ ഉള്ളവർക്ക് അതെടുത്ത് യൂസ് ചെയ്യാം. എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആ പ്ലാസ്റ്റിക് കവർ നേരെ ഒന്ന് തിരിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആ ബുക്കിലോട്ട് ആ കളേഴ്സ് ഒന്ന് നന്നായിട്ട് അമർത്തി കൊടുത്ത് നന്നായി പ്രസ് ചെയ്ത് ഒന്ന് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഒരു 1 സെക്കൻഡ് 2 സെക്കൻഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത ശേഷം നമുക്ക് അപ്പം തന്നെ എടുക്കാം, കാരണം അത് അപ്പം തന്നെ നമ്മുടെ പേജ് അബ്സോർബ് ചെയ്യും. അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കളേഴ്സ് എല്ലാം ജസ്റ്റ് ഇങ്ങനെ മിക്സപ്പായി നല്ലൊരു അതിൽ പ്രിൻ്റ് ഔട്ട് ആയിട്ടുണ്ടാകും. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്ത് കോട്ട്സ് വേണമെങ്കിലും ജേർണലിൽ റിലേറ്റഡ് എഴുതാം. നിങ്ങളുടെ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തീം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഞാൻ ഇന്നിവിടെ ജസ്റ്റ് എഴുതുന്ന കളേഴ്സാണ്. അല്ല, ഫസ്റ്റ് സീന്ന് ഇട്ടപ്പോൾ തന്നെ അത് കുറച്ചൊന്ന് ഒരു വാട്ടർ കൺസിസ്റ്റൻസി കൊണ്ട് സ്പ്രെഡായി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വാട്ടർ അധികം ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും. കളേഴ്സിന് എഴുതിയ ശേഷം താഴ്ന്ന് ഒരു ഒരു കോട്ട് എഴുതിയിട്ടുണ്ട്. ഈ കോട്ട് വായിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്.